ഗായ്സ്, എന്നെ കൂട്ടാണ്ട് പാപ്പനിത് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? വേറെ എങ്ങോട്ടും അല്ല ഗായ്സ്, പാലക്കാടോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ കളം നടക്കുന്നുണ്ട്. അപ്പോൾ ആ കളത്തിന് വേണ്ടിയിട്ട് പോക്കാണ്. എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അതുകൊണ്ടിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതാ വീട്ടിലെത്തി, വീട്ടിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ബന്ധുക്കളും കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, തുളസി, അരളിപ്പൂ, അതൊക്കെ ഇങ്ങനെ പിച്ചി ചീന്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കളം വരയ്ക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കളത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അജിത്തേട്ടനാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നത്. അപ്പം ഈ കളത്തിൽ എന്തോ ദേവി ഉറഞ്ഞു തുള്ളുന്നോ അങ്ങനെ എന്തൊക്കെയോ സംതിങ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ അത് ആൾക്കാരും കുഞ്ഞു കുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കളം കാണാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ കളമൊക്കെ വരയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് നല്ല വലിയ കളമായിരുന്നു ഗൈസ്. ഇത് നടക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ പഴയ വീടുണ്ടായിരുന്ന ആ സ്ഥലത്ത് അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ കളമൊക്കെ വരച്ച് ഇങ്ങനെ ഇത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് കളം. ഇത് ഒരു ചെറിയ കളമാണ് ഗൈസ്. പിന്നെ ഉണ്ടായിരുന്ന കളമൊക്കെ നല്ല വലുതായിരുന്നു. ലാസ്റ്റത്തെ കളാട്ടോ നല്ല വലുത്. ഇത് ഏകദേശം തുടങ്ങിയത് ഒരു 6 മണിക്കാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞത് പിറ്റേ ദിവസം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ കുട്ടികളൊക്കെ താലം പിടിച്ചിട്ട് ഇങ്ങനെ വലം വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണോ എന്തോ എനിക്കറിയത്തില്ല. പാപ്പൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ട് പാപ്പന് അതും കഴിയില്ല ഗൈസ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പം ഞാൻ കൊടുത്ത ഡീറ്റെയിൽസാണ് ഇതൊക്കെ. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ കൂട്ടിച്ചേർക്കുക. ബൈ.